ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഡോക്ടറിനെ കാത്തിരിക്കുകയാണ് ആരതിയും അതുപോലെ തന്നെ ശരത്തും. ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയമായില്ലേ, ഇനി വരാണ്ടിരിക്കുമോ എന്ന് ആരതിക്ക് സംശയമാണ് കേട്ടോ. ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോബിൻ ഇവിടെ എത്തിയിരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് കാറിൻ്റെ ഓണടി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോബിൻ എത്തി. എവിടെ ആ പെൺപിള്ളേരൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വർഷയും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. അങ്ങനെ ആ ഇഞ്ചക്ഷൻ വർഷയ്ക്ക് നൽകാനായിട്ട് തീരുമാനിക്കുന്നു. ഈ ഇഞ്ചക്ഷൻ എടുത്താൽ എന്തായാലും വർഷയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ല. മാത്രമല്ല, ഒരു 5-6 ഡോസ് ഇവളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഫസ്റ്റ് ഡോസ് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡോസ് ശരീരത്തിൽ എത്തുന്ന സമയത്ത് വർഷയ്ക്ക് ആകെ അസ്വസ്ഥത ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരത് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, അത് നോർമൽ ആയിക്കോളും. പക്ഷേ ഈ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സിംറ്റംസാണ് ഈ കാണുന്നതെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മുടങ്ങാതെ ഈ ഡോസ് കൊടുത്തിരിക്കണം, കൊടുത്താലാണ് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്താണ് നമ്മുടെ വിവേക് അവിടേക്ക് വരുന്നത് കേട്ടോ. വിവേകാണെങ്കിലോ ഇത് റോബിൻ്റെ കാറാണല്ലോ, എന്താ അപ്പോൾ ഒരു സംശയം പോലെ തന്നെ കേട്ടോ വിവേക് വരുന്നത്. അങ്ങനെ വിവേക് എത്തുന്ന സമയത്ത് അവരെല്ലാവരും നിൽക്കുക, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വർഷയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഡോക്ടറെ ഞാനല്ലേ കൊണ്ടുവരാറ്, ഇപ്പോൾ എന്താ എന്നോട് പറയാതെ ഇങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ അത്യാവശ്യമായിട്ട് ഇതിൽ പോകണ്ട, ശരത്തിനോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ വർഷയെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഇനി നിന്നാൽ ലേറ്റ് ആവും ഹോസ്പിറ്റലിൽ എത്താനെന്ന് പറഞ്ഞിട്ട് മെല്ലെ എസ്കേപ്പ് ആവുന്നു കേട്ടോ. ആ സമയത്ത് ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ശരത്തും പോകുന്നു. ആരതിയാണെങ്കിലോ എന്തായാലും വിവേകിരിക്കും, ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ആരതി അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാവേരി മാത്രമുണ്ട് അവിടെ. ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ബോട്ടിൽ അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്താ വർഷയ്ക്ക് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തോ കാവേരി എന്ന് ചോദിക്കുന്നു. ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് കാവേരി പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. അയ്യോ ഇനി പിടിക്കപ്പെടുമെന്ന് ആലോചിച്ചിട്ടാണ്. ആ സമയത്ത് വർഷയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് വിവേകിട്ട. വളരെയധികം വിഷമത്തോടു കൂടി വിവേകിത ഒന്നും അറിയുന്നില്ല. പക്ഷേ എല്ലാവരുടെയും ഒരു മുഖത്തിലെ ആ ഒരു എക്സ്പ്രഷൻ വിവേകിന് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നീട് അഞ്ജുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അഞ്ജുവാണെങ്കിലോ രാഘവനെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ശ്രീനാഥിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വർഷയുടെ മുന്നിലെത്തിക്കണം, എന്നാലാണ് വർഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് രാഘവൻ ഇത് കാണുന്നുണ്ട്. ഇവൾ എന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ മുങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് അങ്കിളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. മോളെ നീയോ? അത് പിന്നെ എനിക്ക് അങ്കിളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനൊന്നും വരില്ല, ആ വിവേകം ഉണ്ടാവും, എന്നെ തല്ലാനല്ലേ എന്ന രീതിയിൽ പറയുമ്പോൾ അതൊന്നുമല്ല, അങ്കിൾ എൻ്റെ കൂടെ ഒന്ന് വായോ എന്ന് പറയുന്നു. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുകയാണ്. കാരണം ശ്രീയേട്ടനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അങ്കിളിന് അറിയാലോ ശ്രീയേട്ടൻ എവിടെയാണെന്നുള്ളത് എന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ അവൻ എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ വേണമെങ്കിൽ അവനെ കണ്ടുപിടിച്ചൊക്കെ തരാം. അത് വേണം, വർഷയുടെ മുന്നിൽ കൊണ്ടുവരുത്തണം. വർഷ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോൾ സംസാരിച്ചു, അവൾ എന്ത് പറഞ്ഞു? അവൾ ശ്രീയേട്ടനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ശ്രീയേട്ട എന്ന് 2 പ്രാവശ്യം വിളിച്ചു. ചിലപ്പോൾ ശ്രീയേട്ടൻ്റെ സാന്നിധ്യം അവളിൽ മാറ്റമുണ്ടാക്കിയാലോ, അതുകൊണ്ടാണ് ശ്രീയേട്ടനെ കൊണ്ടുവരണം എന്ന് പറയുന്നത്, അങ്കിളിനെ അറിയാലോ എന്ന് പറയുന്നു. അത് പിന്നെ അതൊക്കെ അറിയാം, പക്ഷേ എനിക്ക് കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്കിളിന് പൈസയുടെ ചിലവാണെങ്കിൽ ഞാൻ തന്നേക്കാമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഒരു 2000 രൂപ തന്നേക്കെന്ന് പറയുന്നു. അത് പിന്നെ തരാമെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജുവിൻ്റെ കയ്യിൽ 1500 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കിളെ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് വെച്ചോ എന്ന് പറയുന്നു. ഈ 1500 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? എന്താ അഞ്ജു ഈ കാണിക്കുന്നത്? 2000 ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്കിൾ ഒരു കാര്യം ചെയ്ത് പിടിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് എൻ്റെ വർഷമോളുടെ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളുടെ അച്ഛനല്ലേ, അച്ഛനായതുകൊണ്ടാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അതൊക്കെ വിട്ടേക്ക്, എന്തായാലും ഈ കാര്യങ്ങളൊന്ന് നല്ല രീതിക്ക് ഒന്ന് അന്വേഷിക്കണം അങ്കിളേ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, 5 പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ശ്രീനാഥിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്പർ, അതായത് എൻ്റെ നമ്പർ ഇല്ലല്ലോ അങ്കിളുടെ കയ്യിൽ, അല്ലെങ്കിൽ അങ്കിളുടെ നമ്പർ ഇങ്ങെത്താം, ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നു. എൻ്റെ നമ്പർ ഇല്ല, വേണ്ട, എന്തായാലും വർഷയുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ, ആ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ എന്ന് പറയുന്നു. മറക്കാതെ വിളിക്കണം, പിന്നെ എൻ്റെ നമ്പർ ഇതിൽ ഞാൻ സേവ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് രാഘവൻ്റെ ഫോണിൽ അഞ്ജുവിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മറക്കാതെ വിളിക്കണേ അങ്കിളെ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ രാഘവൻ എന്തായാലും ഇനി ഞാൻ അവനെ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കും എന്ന ടെൻഷനിലിരിക്കുകയാണ്.
എന്തായാലും ഈ 1500 രൂപയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ നിരഞ്ജന ഭയങ്കരമായ അന്വേഷണത്തിലാണ് കേട്ടോ. ആ മയക്കുമരുന്നിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ള അന്വേഷണമാണ്. ആ സമയത്ത് അത് ചെന്നെത്തിക്കുന്നത് അഞ്ജുവിൻ്റെ അടുത്താണ് കേട്ടോ. ഫുഡ് ഡെലിവറിയിലേക്ക് വരുന്ന ആ പെൺകുട്ടി അവളെ സൂം ചെയ്യണമെന്ന് പറയുന്നു. ആ ഒരു കമ്പനി ഏതാണെന്നൊക്കെ ഫുഡ് ഈസിയുടെ ആണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഡെയിലി ഈ ഒരു സമയത്ത് ഇവളിവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേറൊരു പാക്കറ്റ് അതെന്തായിരിക്കും എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, എന്തായാലും ചിലർ ചെറുതായിട്ട് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമല്ലോ അതിൻ്റെ കൂടെ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ നമുക്കന്ന് ഇൻഫോം ചെയ്ത കുട്ടിയും ഫുഡീസിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ ഈ കുട്ടിയും ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. അപ്പോൾ ആ കുട്ടിയെ നമുക്ക് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദ്യം ചെയ്താലോ മാഡം എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതിന് സമയമായിട്ടില്ല, പക്ഷേ അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിരഞ്ജന. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷയും ഇവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി അറിയണമെന്നും രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അഞ്ജുവിനിലൂടെ എന്തായാലും ചിലപ്പോൾ ഇത് തെളിയിക്കാനായിട്ട് പറ്റുമായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി അഞ്ജുവിനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. അതിനുശേഷം തന്നെ അഞ്ജു പോണ സ്ഥലത്തൊക്കെ അവർ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എവിടേക്ക് പോകുന്നുണ്ട്, എവിടേക്കാണ് ആ പാക്കറ്റ് കൈമാറുന്നത്, സ്ഥിരം ആളുകളാണോ വാങ്ങിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നീട് രാഘവനെ തന്നെയാണ് കാണിക്കുന്നത്. രാഘവനാണെങ്കിലോ 1500 രൂപയ്ക്ക് കിട്ടാവുന്ന മദ്യം എല്ലാം തന്നെ വാങ്ങിച്ചിട്ട് കുടിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തായാലും ഇവിടെ ഈ 1500 രൂപ തന്നപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ ഒന്നും കൂടി പോയി കാണണം, എന്നിട്ട് കുറച്ചും കൂടി പൈസ തരാൻ പറയണം. അങ്ങനെ ശ്രീനാഥ് കണ്ടെത്താനാണെന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും തരും. അല്ലെങ്കിൽ മറ്റവളോട് ചോദിക്കാം, ശിവയോട്. അങ്ങനെയാണെങ്കിൽ അവളും തരും എന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ശ്രീനാഥിനെ. അങ്ങനെ ശ്രീനാഥിനെ വിളിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളിപ്പോൾ നല്ല വെള്ളം അടിച്ചിട്ടിരിക്കുകയാണ്, എനിക്കൊന്നും സംസാരിക്കാനില്ല. എടാ മോനെ, മരുമോനെ, നീ ഒന്ന് നിർത്ത്, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. പിന്നെ ആ അഞ്ജു ഇല്ലേ, എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജു എന്തിനാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്? അവൾ നിന്നെ അന്വേഷിച്ചാണ് വന്നത് എന്ന് പറയുന്നു. എന്നെയോ? അവരെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പിന്നെ വർഷ സംസാരിച്ചടാ, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അവൾ സംസാരിച്ചോ? അവൾ എന്ത് പറഞ്ഞു? അവൾ ശ്രീയേട്ടാ ശ്രീയേട്ടാ എന്ന് വിളിച്ചു എന്നാണ് അവൾ പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേനും അവളുടെ മനസ്സിൽ നീ തന്നെയാണെന്ന രീതിയിലൊക്കെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പോഴത്തേനും വീട് ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും വർഷ പറഞ്ഞോ? വേറെ പറഞ്ഞതായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അവർ പറയുന്നത് നിന്നെ അവരുടെ മുന്നിൽ, അതായത് വർഷയുടെ മുന്നിൽ കൊണ്ടുചെന്നാക്കണമെന്ന്. അങ്ങനെ ആകുമ്പോഴാണ് അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രീനാഥിനൊരു സമാധാനമാവുന്നുണ്ട്. എന്തായാലും ഞാൻ വരാൻ നോക്കാം എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആ സമയത്ത് ശ്രീനാഥിൻ്റെ മനസ്സിൽ വർഷയെ കുറിച്ചുള്ള ചിന്തകൾ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ചിലപ്പോൾ ശ്രീനാഥിനെ കണ്ടാൽ പഴയതൊക്കെ ഓർമ്മ വരുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടം തീർച്ചയായും നിരഞ്ജന കണ്ടെത്തും അഞ്ജുവിലൂടെ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.